സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ നോക്കിയേ, ഇന്ന് ഞാൻ ഈ ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നുണ്ടോ? ഈ ഒരു ഗൗൺ ഇടുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ളതിന്റെ തെളിവാണ്. എന്റെ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ടോ, വെയിറ്റ് ലോസിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോ അതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് ഞാൻ ശ്രീയും കൂടെ പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോ അതെടുത്തപ്പോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർ എന്റെ മെനു പ്ലാന്റെ വീഡിയോയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാതെ ശ്രീയുടെ മുഖത്തൊരു നിരാശ കണ്ടെന്ന്, നല്ല ഉടുപ്പൊന്നും ഇടാൻ പറ്റുന്നില്ലല്ലോ, ഈ വണ്ണം ഒന്ന് കുറച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്കും സത്യം പറഞ്ഞാൽ അതൊക്കെ എന്റെ മനസ്സിൽ നിന്നൊക്കെ പോയിരുന്നു. ഇനിയിപ്പോ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരു ട്യൂൺഡായ ആളാണ്. പക്ഷെ അത് കേട്ടപ്പോ പെട്ടെന്ന് അപ്പൊ എനിക്ക് ഇനിയൊക്കെ അങ്ങനെ ഇടാം എന്നൊക്കെ ഒരു ചിന്ത വന്നു. വളരെ ഹാപ്പി. അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ എനിക്കൊരു നല്ലൊരു ഡിറ്റർമിനേഷൻ വന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇന്നിപ്പോ ഞാൻ നോക്കിയത് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ ഗൗൺ ഇടുമ്പോ ഇന്ന് വേറൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോയപ്പോ നല്ല സുഖമായിട്ടൊരു നല്ല ഗൗണും കിട്ടി. ആ കിട്ടിയ ഗൗൺ അളവ് കുറയ്ക്കുകയും ചെയ്യേണ്ടി വന്നു, അതായത് വണ്ണം കൂടെ കുറച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എത്ര ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെ. എനിക്ക് തന്നെ വളരെ വളരെ സന്തോഷം തോന്നുകയാണ് ഇന്ന് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇത് പറയുമ്പോ. അപ്പൊ അപ്പൊ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്കും ഇത് കേട്ടിട്ട് നിങ്ങൾക്കും ഒരു സന്തോഷമായിട്ട് ഒരു പ്രചോദനം ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ ഈ ഗൗണൊക്കെ ഇട്ട് വന്ന് ഈ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പൊ എന്താ പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല്, പലരും എന്നോട് ചോദിച്ചു, ഇപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് കിട്ടുന്നതിന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വെയിറ്റ് ലോസിന്റെ എന്ത് വീഡിയോസ് ഇടേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ സംഭവം അങ്ങനെയല്ലോ, ഓരോരുത്തരെ സംശയം ചോദിക്കുകയും പലതും ചോദിക്കുമ്പോഴാണോ ഇപ്പൊ ഇനി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു, ചേച്ചിയുടെ ഒരു ഡെയിലി റുട്ടീൻ ഒന്ന് പറഞ്ഞു തരണം, എങ്ങനെയാ ഇത് കഴിക്കുന്നതെന്ന്. അപ്പൊ ശരി, ഞാൻ ഇന്നത് വെറുതെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒന്നും കാണിക്കുന്നില്ല, അത് ഉടനെ കാണിക്കും. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്കത് അങ്ങനത്തെ എപ്പിസോഡൊക്കെ എടുക്കാം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരും. അപ്പൊ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് 3 ഈസി മെത്തേഡും കൂടെ കിട്ടും. അത് 3 കാര്യങ്ങളാണ്. അതായത് നമ്മൾ വണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഈസി ആയിട്ട് ഇത് കുറയ്ക്കാം എന്നുള്ളതിനുള്ള 3 ടെക്നിക്സ് ഇന്ന് എന്റെ ഈ വീഡിയോയിൽ ഞാൻ എന്റെ റുട്ടീൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോ നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്യുക. എന്നിട്ട് ഇത് കേട്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ എന്ത് ചെയ്യണം, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. കമന്റ് എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂബിൾ ആണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എന്റെ ഫാമിലിയിലേക്ക് ഒരുപാട് പേര് വന്നു, സോ എനിക്ക് വളരെ ആ ഒരു മോട്ടിവേഷൻ കിട്ടും. സോ അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചെയ്യണം. സോ ഞാൻ ആദ്യം പറയണേ, ഇപ്പൊ എന്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഫുൾ ഒന്നും കാണിക്കുന്നില്ല, ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേപ്പ്, ഇന്നലത്തെ കാര്യം പറയും. ഇന്നിപ്പോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, ഫുൾ ആയിട്ടില്ല. സോ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇന്നലെ ആക്ച്വലി ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യാ, നിങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോട്ടിൽ ഒരു 1 ലിറ്റർ ഇളം ചൂടുവെള്ളം കുടിക്കും. അപ്പൊ രാവിലെ പോയി അടുപ്പത്തൊക്കെ പോയി ചൂടാക്കുന്ന കാര്യമൊക്കെ ആലോചിച്ച് ചിലർക്ക് മടിയുണ്ടാവും. അപ്പൊ അതിന് ഞാനിവിടെ ചെയ്യുന്നത്, എനിക്ക് സ്ത്രീക്കും എന്തായാലും രാവിലെ കുറച്ച് ചൂടുവെള്ളം കുടിക്കണം എന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, പിന്നെ അല്ലാതെ വെള്ളവും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് രാവിലെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഉടനെ എടുത്ത് കുടിക്കൂല കേട്ടോ. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ആ ടെമ്പറേച്ചർ രണ്ടും കൂടെ ഒന്ന് മാച്ച് ആയതിനു ശേഷമേ കുടിക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ വെള്ളം എടുത്ത് വെച്ചിട്ട് പല്ല് തേക്കുന്നതിന് മുമ്പേ കുടിക്കും. അപ്പൊ പല്ല് തേക്കാതെ കുടിച്ചാൽ വണ്ണം കുറയും. പല്ല് തേക്കാതെ കുടിച്ചാൽ വണ്ണം കുറയും എന്നുള്ളതല്ല, അത് നമ്മുടെ വായുടെ അകത്ത് നല്ല, അതായത് രാത്രി പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കി കിടക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായുടെ അകത്ത് വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ വായുടെ അകത്തുണ്ടാകുന്ന നല്ല ബാക്ടീരിയ ഉണ്ട്, അത് നല്ലതാണ്. അത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഗട്ടിലേക്ക് ചെല്ലും. അപ്പം ഇൻഡസ്ട്രൈന് നല്ലതാണ്, അപ്പൊ അത് നമ്മുടെ ഡൈജഷന് നല്ലതാണ്. അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും നല്ല ഇളം ചൂടുവെള്ളം കുടിക്കുക. അപ്പൊ ഞാൻ കുടിക്കുന്നുണ്ട്. അത് വണ്ണം കുറയാനും മെറ്റബോളിസം കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും നല്ലതാണ്. അപ്പൊ അത് കഴിച്ചു. പിന്നെ അതിനുശേഷം അതിനകത്തൊരു ഡൗട്ട് എല്ലാവരും ചോദിക്കും, ചിലർക്ക് തൈറോയിഡിന് മരുന്ന് കഴിക്കണം, പലതിനൊക്കെ മരുന്ന് കഴിക്കാമോ, അപ്പോ IF ചെയ്യുന്നവർ ചോദിക്കാറുണ്ട് അത് ബ്രേക്ക് ആവില്ലെന്ന്. ഇല്ല, മരുന്നിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ കഴിച്ചു. അത് നമ്മൾ IF ബ്രേക്ക് ആവുന്ന കാര്യമോ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുമെന്ന് വിചാരിക്കേണ്ട. മരുന്ന് അതിൻ്റെതായ വഴിക്ക് പൊക്കോട്ടെ, അത് ഇതിൽ കണക്കാക്കണ്ട, നോ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് മരുന്നൊക്കെ കഴിക്കാനുള്ളവർ മരുന്ന് കഴിച്ചോളാം. ഇനി അപ്പൊ വെള്ളം കുടിച്ചല്ലോ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി നമ്മൾ പല്ല് തേച്ച് നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത്, എന്റെ ഒരു IF ടൈം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രാവിലെ ഒരു 8 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിച്ച് തുടങ്ങുക. അപ്പോൾ 8 മണി വരെ ഞാൻ എന്തായാലും വേറെ ഒന്നും കുടിക്കില്ല കേട്ടോ. 8 മണി വരെ ഞാൻ കടിച്ചു കുടിച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ നിൽക്കും. എന്നിട്ട് 8 മണിയാവുമ്പോൾ കറക്റ്റ് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇന്നലെ ചെയ്തത് ഞാൻ ഒരു 5-6 ഉണക്കമുന്തിരിങ്ങ കുതിർത്ത് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. തലേദിവസം 2 കൊച്ചു ബോക്സ് ഉണ്ട്, അതിനകത്ത് രാത്രി തന്നെ ഉണക്കമുന്തിരിങ്ങ ഇടും. ഒരെണ്ണത്തിൽ ഒരു 5 ആൽമണ്ട്സും ഇടും.
അപ്പൊ അത് കുതിർന്ന് രാവിലെ ആകുമ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പൊ 8 മണിക്ക് ഞാൻ ഈ ഉണക്കമുന്തിരി കഴിക്കും. ഉണക്കമുന്തിരി എന്തിനാന്ന് വെച്ചാൽ അതിനകത്ത് നാച്ചുറൽ ഷുഗർ ഉള്ളതുകൊണ്ട് നമുക്ക് മധുരം കഴിക്കാനുള്ള ക്രേവിങ്സ് കുറയും. മാത്രമല്ല എനിക്ക് ഈ രക്തക്കുറവൊക്കെ ഉണ്ട്. അപ്പൊ HB ഒക്കെ നല്ലതാണ്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഉണക്കമുന്തിരി കഴിക്കുക, അത് വണ്ണം കുറയാൻ നല്ലതാണ്. പിന്നെ ആൽമണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതിനകത്ത് കാർബ് വളരെ കുറവും പ്രോട്ടീനും ഫൈബറും കൂടുതലാണ്. അത് വണ്ണം കുറയുന്ന ഒരു ജേർണിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൽമണ്ട്സ്. അതൊരു 5 എണ്ണം കഴിക്കുമ്പോൾ എന്താണ് വയറ് ഫുള്ളായി, രാവിലെ തന്നെ പ്രോട്ടീനും ഫൈബറും ഒക്കെ കിട്ടി നമുക്ക് നല്ല വയറ് ഫുള്ളായി എനർജറ്റിക് ആയി നമുക്ക് വിശപ്പ് തോന്നാത്ത രീതിയിൽ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിക്കോളും. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ പറയുമോ, നമ്മുടെ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് ഉണ്ട്. ഫാറ്റ് കട്ടർ ഡ്രിങ്ക് കുടിക്കും. അപ്പൊ അതിനൊരു 10-15 മിനിറ്റ്. ഇപ്പൊ ചില ദിവസം ഞാൻ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് ആയിരിക്കും ആദ്യം കുടിക്കുന്നത്, 8 മണിക്ക് കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ മുന്തിരിക്കയും ആൽമണ്ട്സും കഴിക്കുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ തിരിച്ചാണ് ചെയ്തത്. അപ്പൊ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാറ്റ് കട്ടർ ഡ്രിങ്ക്സ് ഉണ്ട്. ഞാൻ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഇപ്പൊ ഞാൻ കഴിക്കുന്നത്, മുമ്പൊക്കെ ഞാൻ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നു, ഇടയ്ക്ക് ഞാൻ മാറ്റി. ഇപ്പൊ വീണ്ടും എന്റെ സിന്നമൻ ടീയിലേക്കാണ് ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട്. അതിന് മുമ്പ് വേറൊരു ഡ്രിങ്ക് ആയിരുന്നു, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പൊ ഇത് സിന്നമൻ ഡ്രിങ്ക് ആണ്. അപ്പൊ ഈ കറുവാപ്പട്ട ഇട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ ഇത്ര നീളമുള്ള ഒരു കഷ്ണം കറുവാപ്പട്ട പൊട്ടിച്ചിട്ട് തിളപ്പിച്ച് അത് ഇളം ചൂടാകുമ്പോൾ അതിനകത്ത് 1 സ്പൂൺ തേൻ ഒഴിച്ചിട്ട് കുടിക്കുന്നതാണ്. അതിൽ തേൻ ഒഴിക്കുന്നതുകൊണ്ട് ഞാനത് ഈ ഫാസ്റ്റിംഗ് ടൈമിൽ കഴിക്കൂല. 8 മണിക്ക് ശേഷം, അതായത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ സിന്നമൻ ടീ കുടിക്കുന്നത്, തേൻ ഒഴിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ കുടിക്കാം, കുഴപ്പമില്ല. അപ്പൊ അത് കുടിക്കും. അപ്പൊ എന്താണ് ഈ സിന്നമന്റെ പ്രദേശം? അത് നമ്മുടെ ഫാറ്റ് ഉരുക്കി കളയും കേട്ടോ. അപ്പൊ നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാനും വളരെ നല്ല സംഭവമാണ് സിന്നമൻ. അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയും. അപ്പൊ അത് സിന്നമൻ ടീ കുടിച്ചു. അപ്പൊ ഞാൻ വീണ്ടും എന്തായി, എന്റെ ഫാറ്റ് സെൽസിനൊക്കെ ഇത് നല്ല കൊഴുപ്പുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ അത് മാനേജ് ചെയ്തോളൂ സിന്നമൻ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മുടെ ഒരു പ്രോപ്പർ ഫുഡിലേക്ക് നമ്മൾ കിടക്കണേ. അപ്പൊ ഞാൻ എന്താ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഇരുന്നപ്പോൾ ഒരു ഏത്തപ്പഴം കണ്ടു. ഏത്തപ്പഴം കണ്ടപ്പോൾ എനിക്ക് നല്ല കൊതിയായി. അപ്പൊ ഏത്തപ്പഴം കഴിച്ചു. ഏത്തപ്പഴം നല്ലതാണ്. അപ്പൊ എല്ലാവരും പറയും ഡയറ്റ് ചെയ്യുമ്പോൾ ഏത്തപ്പഴം കഴിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വണ്ണം കുറഞ്ഞല്ലോ, ഞാനിപ്പോ എന്റെ ഐഡിയൽ വെയിറ്റിന്റെ അടുത്തെത്തി നിൽക്കുവാണല്ലോ. അപ്പൊ എന്റെ ഐഡിയൽ വെയിറ്റ് പറഞ്ഞപ്പോഴേ, ഞാൻ മുമ്പ് എനിക്ക് പറഞ്ഞായിരുന്നു എനിക്ക് 70 കിലോ ആണെന്ന്. അതെന്താ വെച്ചാൽ 170 സെന്റിമീറ്റർ ആണ് എന്റെ പൊക്കം. ഞാൻ നല്ല ഹൈറ്റ് ഉള്ള ആളാണ്, 5'8" ആണ് എന്റെ ഹൈറ്റ് കേട്ടോ. അപ്പൊ ആക്ച്വലി ഞാൻ 170 എന്നാ വിചാരിച്ചത്, പക്ഷെ 172 സെന്റിമീറ്റർ ഉണ്ട് എനിക്ക്. അപ്പോ ആ 172 ആണ് എന്റെ ഐഡിയൽ വെയിറ്റ്, 72 കിലോ ആണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് 70 ആയപ്പോൾ ഞാൻ വല്ലാതെ മെലിഞ്ഞു പോയിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ച് എന്റെ വണ്ണമൊക്കെ കുറച്ച് ഇപ്പൊ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ 72 ആണ് എനിക്ക് ഐഡിയൽ വെയിറ്റ് വേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഒരു 72, 73, 74, 75 കിടന്ന് കളിക്കുവാണ്. കാരണം ഇടയ്ക്ക് വേണ്ടതൊക്കെ കഴിക്കും, എന്നിട്ട് അതേപോലെ കുറയ്ക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്താം. അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഒന്ന് കൂട്ടി കഴിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ ആ ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ കഴിക്കില്ല, ഇഷ്ടമുള്ളത് കഴിക്കുകയും ചെയ്യും. അതാണ് കാര്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഏത്തപ്പഴം കഴിച്ചു. ഏത്തപ്പഴം കഴിച്ചപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്നാണ് പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇനി വൈകുന്നേരം എന്റെ ടൈം വരെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഏത്തപ്പഴം കഴിച്ചു. ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നോക്കിയപ്പോൾ കുറച്ച് വെള്ളരിക്കയും ക്യാരറ്റും തക്കാളിയും ഇത് സ്ഥിരമായിട്ട് കട്ട് ചെയ്ത് ഒരു ബോക്സിനകത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും. അപ്പൊ അത് 2-3 കഷ്ണം അതിൽ നിന്നൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടാണ്, പുട്ട് പയർ. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചു, പുട്ടും പയറും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന്. അപ്പൊ ക്രിസ്മസ് ടൈം ആണല്ലോ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു വർഷം പ്ലം കേക്ക് എടുത്ത് പിഴിഞ്ഞു. അപ്പൊ പ്ലം കേക്കിന്റെ കാലറീസ് നോക്കിയപ്പോൾ നല്ല കുറെ കാലറീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുവിധം എന്റെ ഇഷ്ടമൊക്കെ നടത്തുകയും ചെയ്തു. ഇനിയിപ്പോ അധികം കഴിക്കണ്ട. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു കൺട്രോൾ ഇടാൻ തുടങ്ങി. ഞാൻ ഇതാ പറഞ്ഞു, വാച്ച് വാട്ട് യു ഈറ്റ്. നിങ്ങൾ കഴിക്കുന്ന എപ്പോഴും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ബുക്കിൽ വേണമെങ്കിൽ ഓടിപ്പോയി ഇന്ന് കഴിച്ചു എന്ന് എഴുതി വെക്കാം. നമുക്ക് ആദ്യമൊക്കെ ചെയ്യുന്നവർ, ഇത് ശീലമാവുന്നവർ, നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് ആ ഡേറ്റ് ഇട്ട് വെച്ചിട്ട് നമ്മൾ രാവിലെ മുതൽ കഴിച്ചതിന്റെ ലിസ്റ്റ് 1, 2 ഇങ്ങനെ എഴുതി പോകണം. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവാണത്. അപ്പൊ ഇപ്പൊ പിന്നെ എനിക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചില ദിവസം ഞാൻ എന്റെ ഓവർ ആവുമെന്ന് എനിക്ക് തോന്നി തുടങ്ങുമ്പോൾ ഞാൻ എഴുതി വെക്കും. അപ്പൊ ഞാൻ പ്ലം കേക്ക് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഇനി ചായ കുടിക്കണം. അപ്പൊ ചായ എന്ന് പറയുമ്പോൾ പാല് മസ്റ്റാണ് കേട്ടോ. ഈ ഡയറ്റ് ചെയ്യുന്നവർ പാലൊന്നും ഒഴിവാക്കി കളയരുത്, കുറച്ച് പാല് കുടിക്കണം. കാരണം നമുക്ക് കാൽഷ്യം, എല്ലിനും പല്ലിനും ഒക്കെ പാലിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 200 ml പാല് 2 നേരം വേണമെങ്കിൽ കുടിക്കാം, ബാക്കിയുള്ള ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് പാലിന്റെ ഗുണം കിട്ടും. അപ്പൊ എനിക്ക് പാൽ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ചായയും കുടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 1/2 കപ്പ് പാലിൽ കുറച്ച് ചായ ഇട്ട് ചായ കുടിച്ചു. അതിന്റെ കൂടെ 2 ബിസ്ക്കറ്റ് കൂടെ കഴിച്ചു. അപ്പൊ കാലറീസ് കയറി പോകുന്നുണ്ടേ. പക്ഷെ ഞാൻ പുട്ടും പയറും ഒഴിവാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ക്യാരറ്റ് മിൽക്ക് ഉണ്ട്. ക്യാരറ്റ് മിൽക്ക്, അതാണ് ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത് എനിക്ക് രണ്ടാമത്തെ ഒരു പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ, നമുക്ക് ഒരിക്കലും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. ഡോണ്ട് സേ നോ
ഓൾവേസ് സേ വാട്ട് യു ക്യാൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ പറയും. നമ്മൾ നമുക്ക് കുറച്ച് പ്രോമിസ് കൊടുക്കണം. അല്ലാതെ ഇത് പാടില്ല കാരണം നമ്മളൊക്കെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ നമുക്ക് കണ്ടറിയാലോ, അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ അവിടെ വരെ ചെന്നൊന്ന് എത്തി നോക്കും അല്ലെ. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതൊന്ന് തോന്നണം. അങ്ങനെയല്ലേ നമ്മുടെ സ്വഭാവം. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കുട്ടികളാണ് നമ്മൾ. അപ്പൊ നമുക്കും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട്. വേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്തോളണം. അപ്പൊ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കണം എന്ന് ടെൻഷൻ വരും. അപ്പൊ ഈ ഡയറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കഴിക്കണ്ട എന്ന് നമ്മൾ പറയരുത്, കഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയണം. അപ്പൊ നമ്മൾ പറയണം, ഓ ഞാൻ ഇന്ന് ഗ്രീൻ ടീ കുടിക്കും, ഞാൻ നേത്തപ്പഴം എനിക്ക് തിന്നാം, എനിക്കിന്ന് ചെറുപയർ മുളപ്പിച്ചത് തിന്നാം, എനിക്കിന്ന് അങ്ങനെ ഓരോന്ന് ക്യാരറ്റ് മിൽക്ക് കുടിക്കാം. അപ്പൊ എന്തൊക്കെ കുടിക്കാം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അതൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര എനിക്ക് ഇത്ര കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ മാറ്റണം കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കി നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാൻ ക്യാരറ്റ് മിൽക്ക് കുടിച്ചു. കാരണം ഒരു ക്യാരറ്റും കുറച്ച് പാലും. അപ്പൊ പാല് കണ്ടോ, കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ പാൽ അകത്താക്കിക്കൊണ്ടിരിക്കും രാത്രി, മീൻസ് എന്റെ ടൈം തീരുന്നതിന് മുമ്പ് വരെ. ഒറ്റയടിക്ക് അങ്ങ് കുറെ പാൽ കുടിക്കില്ല കേട്ടോ, കുറച്ച് പാലും. അപ്പൊ ക്യാരറ്റ് മിൽക്ക് കുടിച്ചു, അതിന് കുറച്ച് കരിപ്പെട്ടി. അപ്പൊ എന്റെ വീട്ടിലുള്ള ഒരു മെയിൻ സാധനമാണ് കരിപ്പെട്ടി. കുറച്ച് വെള്ളത്തിൽ കരിപ്പെട്ടിയിട്ട് സിറപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലുണ്ട്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം എന്തിനാന്നറിയാം, ഓരോ പ്രാവശ്യം കരിപ്പെട്ടി ചീകി ഇടാനും അത് പൊട്ടിച്ച് അലിയിച്ചൊക്കെ എടുക്കാൻ മടി വരും, അരിച്ചൊക്കെ എടുക്കണ്ടേ. അപ്പൊ നമ്മൾ പതുക്കെ അങ്ങ് സൗകര്യം പോലെ പഞ്ചസാര ഇടും. പക്ഷെ ഈ കരിപ്പെട്ടി ഇങ്ങനെ സിറപ്പാക്കി അരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോ എന്താണ് ബുദ്ധിമുട്ടില്ല, ഓടിച്ചെന്ന് ഒരു സ്പൂൺ അങ്ങ് എടുത്തിടാം. അതാണ്. അപ്പൊ അത് എന്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ കരിപ്പെട്ടി എടുത്ത് ആ മിൽക്ക് ഇതിലിടും. ഇനി അതും കരിപ്പെട്ടി വേണ്ടാത്തവര് മധുരമില്ലാതെയും കുടിച്ചാൽ മതി. പക്ഷെ ഇത്തിരി ടേസ്റ്റ് ഇരിക്കട്ടെ. കാരണം നമ്മൾ എപ്പോഴും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മളങ്ങ് എല്ലാം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങ് നിരാശപ്പെട്ടു. പിന്നെ ജീവിക്കുന്ന ഇങ്ങനെ ഒന്നും തിന്നാതെ ഇങ്ങനെ ജീവിച്ച് മെലിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കില്ല. അങ്ങനെ വരപ്പെടാം. നമുക്ക് ഈ മെലിയുന്നതിലൊരു സന്തോഷം വേണം. നമ്മുടെ നാവിനെ ഒന്ന് സന്തോഷിപ്പിക്കുകയും വേണം, മനസ്സിന് സന്തോഷം. അല്ലെങ്കിൽ ഡിപ്രഷനായി പോകും. ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഡിപ്രഷൻ ആയിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കരിപ്പൊട്ടിയൊക്കെ ഇടും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ നോക്കി ഇപ്പൊ എനിക്ക് എന്തൊക്കെ കഴിച്ചു ഞാൻ ഇത്രയും കഴിച്ചെന്നാണ്. മിൽക്ക് ഷേക്ക് ഞാൻ കുടിച്ചു. ഓക്കെ, ഇപ്പൊ എന്റെ വണ്ണം ഇത്രയും കുറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിന്റെ കാര്യം കൂടെയാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോ അങ്ങനെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് എന്തോ ഒരു തളർച്ച. അപ്പൊ ഈ തളർച്ച വരുന്നത് നമുക്ക് ഈ കാർബ് കുറയുമ്പോഴാണ് തളർച്ച വരുന്നത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും. കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യമാണ്. അപ്പൊ ഇന്നത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വലിയൊരു കാർബ് പോയിട്ടില്ല എന്റെ ഉള്ളില്. കാർബോഹൈഡ്രേറ്റ് ഇപ്പൊ പച്ചക്കറിയിലൊക്കെ ഉണ്ടെങ്കിലും ഒരു ശരിക്കും ഒരു എനർജിയുടെ ഒരു കുറവുണ്ട്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇത്തിരി പുട്ട് കഴിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു തളർച്ച. അപ്പൊ അതാണ് കാർബ് കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഞാൻ ഓടിച്ചെന്നത് അരിപ്പുട്ടായിരുന്നു. അരിപ്പുട്ട് ഇത്രയുള്ള ഒരു കഷ്ണം പുട്ടിന്റെ കാൽ ഭാഗം ഇത്രയും കൂടെ എടുത്തു. അതിൽ തേങ്ങയുണ്ട്, കുറച്ച് പുട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറുപയർ കൊടുത്തു, പിന്നെ ഒരു അര പപ്പടം. ഇത്രയും കഴിച്ചപ്പോണ്ടല്ലോ ഇതിലവിടെ വിടർന്നു വന്നപ്പോൾ കുറേ അതും കൂടെ കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും വയറ് നിറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്റെ വയറ് ഞാൻ പണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, വയറ് ഇങ്ങനെ ചുരുക്കി വെച്ചിട്ടുണ്ട്. കൺട്രോൾ ചെയ്ത് അതൊക്കെ എന്റെ പഴയ വീഡിയോസ് നിങ്ങൾ എടുത്ത് കാണണം കേട്ടോ. ആ വീഡിയോ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുക്കും. അപ്പൊ വയറ് എങ്ങനെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം എന്നുള്ളതിന്റെ ടെക്നിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിക്കുമ്പോൾ തന്നെ വിശപ്പങ്ങ് മാത്രമേ. അങ്ങനെ ഓക്കെ, അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ അപ്പോഴത്തേക്ക് എത്രയായെന്ന് അറിയാം, ഒരു 10-11 മണിയൊക്കെ എത്തി. അപ്പൊ നമ്മുടെ ഈ നമ്മൾ മിഡ് മോർണിംഗ് സ്നാക്കിലൊക്കെ പെട്ട് ഇങ്ങനെ കടന്നു പോകണം. പിന്നെ അതിനിടയ്ക്ക് ആപ്പിൾ ഉണ്ട്. ആപ്പിൾ ഒരു കഷ്ണം എടുത്ത് കഴിക്കും, ഒരു കഷ്ണം പൈനാപ്പിൾ കഴിച്ചു, കുറച്ച് പോംഗ്രാനൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കഴിക്കും. അപ്പൊ എന്തൊക്കെയോ കഴിച്ച പോലെ സന്തോഷമായി. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം, ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, മെയിൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതെന്താ അറിയോ, രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് കുടിക്കുന്നത് ഞാൻ 8 മണിക്കാന്ന് പറഞ്ഞില്ലേ. 8 മണിക്കാണല്ലോ ആൽമണ്ട്സും ഇതൊക്കെ കഴിക്കുന്നത്. അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് എന്റെ രാവിലത്തെ എക്സസൈസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അത് മസ്റ്റ്. അപ്പൊ എല്ലാവരും ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ വെറും വയറ്റില് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 20 മിനിറ്റ് എക്സസൈസ് ചെയ്യണം. അത് ആ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ 1 മണിക്കൂർ അല്ലാത്ത സമയത്ത് നടന്നു, അല്ലെങ്കിൽ 1 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു. പക്ഷെ അതിനേക്കാളും ഒക്കെ ഫലം ഈ രാവിലെ വെറും വയറ്റിൽ ചെയ്യുമ്പോഴാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ കാർബ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എനർജി ആവശ്യമുണ്ട്. അപ്പൊ എനർജിക്ക് വേണ്ടി ശരീരം എന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മുടെ ഫാറ്റ് എടുക്കാൻ നിർബന്ധിതമോ. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പൈസക്കാരാക്കി ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഒരു വീഡിയോ പറഞ്ഞില്ലേ, നമ്മൾ കുറെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഫാറ്റ് ആയിട്ടുള്ള കറൻസികൾ. ആ ഫാറ്റ് സെൽസിൽ ചെന്ന് ഫാറ്റിനെ എടുത്താലേ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എനർജി കിട്ടുള്ളൂ. അപ്പോൾ വെറും വയറ്റിൽ നമ്മൾ നടക്കുക, വെറും വയറ്റിൽ നമ്മൾ എക്സസൈസ് 20 മിനിറ്റ് ഒരു എക്സസൈസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഓബി ട്രക്കിൽ ഇപ്പൊ കയറി സൈക്കിൾ ചെയ്യും. നല്ല ഒരു എക്സസൈസ് ആണ് അത്, വളരെ നല്ല സംഭവമാണ്. അതുള്ളവർ അത് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ 10,000 സ്റ്റെപ്പിൽ ഒരു സെക്ഷൻ അപ്പം അങ്ങനെ അങ്ങോട്ടും നടക്കുക. ഇതൊക്കെ എന്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ടും നടക്കുക. അങ്ങനെ 20 മിനിറ്റ് നിങ്ങളൊന്ന് കാർഡിയാക്കുക. അതായത് നമുക്ക് ഈ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടണം. വേണമെങ്കിൽ സ്റ്റെപ്പ് ഓടി കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കിതയ്ക്കണം.
ആ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് 20 മിനിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ അത് എന്നും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്റെ ആബിന്റെ എക്സസൈസ് അത് ഞാൻ നിങ്ങളോട് ഒരു വീഡിയോ എന്റെ ഫ്ലാക്സ് സീഡിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സസൈസ് 3 നേരം 10 പ്രാവശ്യം വീതം അല്ലെ, മരുന്ന് കഴിക്കണ പോലെ ഭക്ഷണത്തിന് മുമ്പ് 10 പ്രാവശ്യം അങ്ങനെ ആ ഒരു രീതിയിൽ അത് ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ വയറൊക്കെ നല്ല പിടിച്ചു വരുവാണ്. ഇപ്പം ഇനി കുറച്ചുകൂടെ ഉണ്ട് നിങ്ങൾ എന്റെ വയറ് നല്ല ഉള്ളിലേക്ക് മസില്. കാരണം എന്താ, ഞാൻ കുറേ നേരം ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് മടി പിടിക്കും. അതുകൊണ്ട് 10 പ്രാവശ്യം കാല് പോക്കും, 10 പ്രാവശ്യം ഇങ്ങനെ സിറ്റപ്പ് ഇങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ അത് ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഇങ്ങനെ 10 പ്രാവശ്യം വരെ ചെയ്യുമ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്തൊന്നും തോന്നില്ല, എന്നാൽ നമ്മുടെ വയർ ഇങ്ങനെ ചെറുതായി വരാനും തുടങ്ങും. അതിങ്ങനെ മടിയുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട രീതിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് എത്ര വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ എക്സസൈസ് കൂടരുത് എന്നാണ് പറഞ്ഞിട്ടില്ല. ഭയങ്കര എക്സസൈസ് ചെയ്ത ആൾക്കാർക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഒന്നും മരണം വരെ സംഭവിക്കും. ഓവർ എക്സസൈസ് നമ്മളൊന്നും ചെയ്യാൻ പോകില്ല, അതൊന്നും പേടിക്കണ്ട. എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ ഈ 20 മിനിറ്റ് രാവിലെ ഞാനത് ചെയ്യുന്നുണ്ട്, എന്നും ചെയ്യും. പിന്നെ അതൊക്കെ പിന്നെ എക്സസൈസ്. പിന്നെ ഈ കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ എക്സസൈസ്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കാറില്ലേ എങ്ങനെ ഇതൊക്കെ എല്ലാം കൂടെ നമുക്കൊന്നും നേരമില്ല, ഇനി അടുക്കളയിൽ പോകണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ കിച്ചൺ ടിപ്സ് വീഡിയോസിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഫാമിലി മെനുവിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെ അടുക്കളയിലെ ജോലി, ആ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടുപോകും. അപ്പൊ അതും തടിയും തമ്മിൽ എന്താ ബന്ധം ചോദിച്ചാലേ, അടുക്കളയിലെ ജോലിയൊക്കെ വേഗം തീർത്തിട്ട് വേണം ഈ എക്സസൈസും കാര്യങ്ങളും നമ്മുടെ സ്വന്തം കാര്യം നോക്കണ്ടേ. അപ്പൊ അതിനാണ് ആ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നത്. അതുകൊണ്ട് അടുക്കളയും പിന്നെ തടിയും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജോലി വേഗം തീരും. നമ്മൾ ആ ഫാമിലി മെനു ടിപ്സും ടെക്നിക്സ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ഒരു 6:30-7 മണിക്കുമ്പോൾ അടുക്കള ക്ലോസ് ചെയ്തിരിക്കും. അപ്പൊ പിന്നെ എന്ത് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഈ കിതപ്പൊക്കെ മാറുന്നവരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണ്ടേ. ആ സമയത്ത് എന്റെ കണ്ണിന്റെ എക്സസൈസ് ചെയ്യും. ആ വീഡിയോ നിങ്ങൾ കാണണേ. കണ്ണിന്റെ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കണ്ണടയൊക്കെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ പോയി വെച്ചതാണ് കുറെ വർഷം മുമ്പ്. ആ കണ്ണടയൊക്കെ മാറ്റിയത് ഈ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ കണ്ണട വേണ്ട, എനിക്ക് പ്രശ്നമില്ലാതായി. അപ്പൊ ഞാൻ കണ്ണിന്റെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഫേസ് യോഗ, ഞാൻ അത് കാണിച്ചതേ. ഇപ്പൊ എന്റെ മുഖം ഇത്ര ഉണ്ടായിരുന്നു. എന്റെ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്ത് വലിയ മുഖമായിരുന്നു അല്ലെ, മത്തങ്ങ പോലെ. ആ മുഖം ചെറുതാക്കി എടുത്തത് ഈ ഫേസിൽ എക്സസൈസ് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ എവിടെ 10 മിനിറ്റ് ഒക്കെ ചെയ്യാം. അത് നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ടൈം ഉണ്ടാവും, അതും ചെയ്യും. അത് കഴിഞ്ഞ പിന്നെ എന്റെ കൈ വണ്ണം കുറയ്ക്കാൻ, കയ്യിലൊക്കെ ഭയങ്കര വണ്ണമായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ നല്ലപോലെ ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്, ലക്ഷക്കണക്കിന് വ്യൂസ് ആയ വീഡിയോ ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. ആ എക്സസൈസ് ചെയ്ത നിങ്ങളുടെ കൈയുടെ വണ്ണം കുറയും. ഞാൻ അത് എന്നും ചെയ്യുന്നുണ്ട്, ആ കൈയുടെ എക്സസൈസും ചെയ്യും. അപ്പൊ എന്തൊക്കെയാ, ഈ കണ്ണിന്റെ ചെയ്തു, മുഖത്തിന്റെ ചെയ്തു, കൈയുടെ ചെയ്തു, വയറിന് വേണ്ടി ചെയ്തു, എന്റെ ഓർബിറ്റർ, ഇതെല്ലാം ഞാൻ 8 മണിക്ക് മുമ്പ് ഒരൊറ്റ റൗണ്ട് ഓടിച്ചു ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്തിന് ഉച്ചയ്ക്കുള്ള കാര്യത്തിലാണ് നമ്മൾ എത്തിയത്. അപ്പൊ ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ, ഉച്ചയ്ക്ക് ഞാൻ അതിന്റെ വേറെ കാര്യം പറയുന്നത്, ചിയാ സീഡ്സിന്റെ വെള്ളം, അതെന്റെ ഒരു കുപ്പിയിൽ ചിയാ സീഡ്, സ്റ്റീലിന്റെ ഒരു കുപ്പിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ചിയാ സീഡ് ഇട്ട് വയ്ക്കും. ഈ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ, ആ 10 മണിയൊക്കെ ആകുമ്പോൾ ചിയാ സീഡ് ഇട്ടിട്ട് അതൊരു 10-15 മിനിറ്റുള്ളിൽ ചിയാ സീഡ് നല്ല പളുങ്ക് പോലെ ആയി കിടക്കും. ആ വെള്ളം എന്ത് സുഖാന്ന് അറിയാം. ആ വെള്ളം ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം കുടിക്കും. അപ്പൊ ഇത് ചിയാ സീഡ് വയറിനകത്ത് ചെന്നിട്ട് വയറിനകത്ത് ഇതിങ്ങനെ ബൾജ് ചെയ്ത് വരില്ലേ, നമ്മുടെ ജെല്ലി പോലെ കിടക്കുമ്പോൾ നമുക്ക് വിശക്കത്തില്ല. പിന്നെ നല്ല ഫൈബർ ഉള്ള സാധനമാണ് ചിയാ സീഡ്സ്. അതുകൊണ്ട് ഭയങ്കര ഒരുപാട് ഗുണങ്ങളുള്ളത്. എന്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ചിയാ സീഡ് വെള്ളം എന്ന് പറഞ്ഞാൽ മസ്റ്റാണ് എനിക്ക്. അത് ഞാൻ കുടിച്ചുകൊണ്ടേ ഇരിക്കും, അത് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ 3 ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നത്. അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിച്ചു തീർക്കും. അതായത് ഒരു 7 മണിക്ക് മുമ്പ് നമ്മൾ വെള്ളം കുടിച്ചു തീർക്കണം, വൈകുന്നേരം കേട്ടോ. നമ്മൾ കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ വെള്ളം കൂടി അങ്ങ് നിർത്താം. അപ്പൊ അതുകൊണ്ട് ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കുടിക്കും. അത് കഴിഞ്ഞു. അപ്പൊ ഉച്ചയ്ക്ക് ചോറ്. അപ്പൊ വീണ്ടും ഞാൻ ചോറ് തുടങ്ങുമ്പോൾ ഞാൻ ഫുഡ് പ്ലേറ്റ് പറഞ്ഞതിലെ ഒരു വീഡിയോയില് അതുപോലെയാണ്. ഞാൻ ആദ്യം എന്റെ സാലഡ്സ് കഴിക്കും, വെള്ളരിക്കയും കുക്കുംബറും ഒക്കെ അരിഞ്ഞ് വെച്ചതെടുത്ത് കഴിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് എന്നെ റൗണ്ട് ചെയ്ത് വരുമ്പോഴാണ് ഞാൻ ചോറ് ലാസ്റ്റാണ് എത്തുന്നത്. ചോറ് കഴിക്കും കേട്ടോ, എനിക്ക് ചോറ് കുറച്ച് വേണം. ഒരു ഇത്തിരി കൈ, നമ്മുടെ ഈ കയ്യില്, ഈ കൈയുടെ ഉള്ളം കയ്യിൽ നിൽക്കുന്ന അത്രയും ചോറ്, ഇത്രയും പൊക്കി വെക്കരുത്. ഇതിനകത്ത് ഇങ്ങനെ നിരത്തി വെച്ചാൽ എത്ര ചോറ് പിടിക്കാൻ പറ്റും ആ ചോറ്. അതായത് ഞാൻ തോരനൊക്കെ നിങ്ങൾ എടുക്കുന്ന പോലെയാണ് ഞാൻ ചോറ് എടുക്കുന്നത്. പക്ഷെ അതിന് മെയിൻ ആയിട്ട് ഞാൻ കഴിക്കുന്നത് ഒരു ചെറുപയർ മുളപ്പിച്ചത്, ചീരയും. അപ്പൊ ഈ ചീര കഴിക്കണം മസ്റ്റായിട്ട്. അതിനകത്ത് മെയിൻ ഒരു കാര്യം, ഈ മുഖം ക്ഷീണിക്കും. നമ്മൾ വണ്ണം കുറയുമ്പോണ്ടല്ലോ നമ്മുടെ മുഖം ഇങ്ങനെ ഒട്ടി വരും. അപ്പൊ എല്ലാവരും എന്തുപോലെ പണ്ട് കുറെ വർഷം മുമ്പ് ഞാൻ ഇതുപോലെ ഒരു പെട്ടെന്ന് വണ്ണം കുറച്ചായിരുന്നു കേട്ടോ. അന്ന് എല്ലാവരും നിങ്ങളെ മുഖം കണ്ടാൽ മതി, സ്കിൻ തൂങ്ങി കളവിയെ പോലും ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ മടുപ്പിച്ച് കളഞ്ഞു എല്ലാവരും കൂടെ. അപ്പൊ ശ്രീ ഇപ്പൊ പറഞ്ഞു, ഇപ്രാവശ്യത്തെ എന്റെ ശ്രമം വന്നപ്പോൾ ശ്രീ പറഞ്ഞു, മുഖം ഒട്ടും എല്ലാവരും എന്തെങ്കിലും കണ്ണുകുഴിഞ്ഞു, കവളൊട്ടി, പിന്നെ എന്തിനാ ഇങ്ങനെ മെലിഞ്ഞിരുന്നിട്ട് കാണാൻ ഒരു ഗുണവും ഇല്ലാതിരിക്കുന്നത്, മെലിഞ്ഞിരുന്നിട്ട് എന്തിനാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ചിലരെ മുഖമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രീ പറഞ്ഞു, ഇതിലൊന്നും വീഴരുത്, മുഖം ആദ്യം ഒന്ന് ഒട്ടും. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളതാ. വണ്ണമുള്ളവര് വിചാരിക്കും ആദ്യം വണ്ണം കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും എന്ത് കോലമായെന്ന് പറയും. അത് കേട്ട് നമ്മൾ വിചാരിക്കും ഇനി ഭക്ഷണം കഴിക്കാന്ന് പറയും. ചെയ്യരുത്. നിങ്ങൾ എന്നെ കണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പഠിച്ചു കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വണ്ണം കുറയില്ലായിരുന്നു. ഈ മുഖം ഒട്ടിയത് പേടിച്ച്. അപ്പൊ
അപ്പൊ ശ്രീ പറഞ്ഞ ഒട്ടും കുഴപ്പമില്ല, അത് ശരീരം ശരിയായി കഴിഞ്ഞാൽ പിന്നീട് മുഖത്തിന് വേണ്ട വണ്ണം വന്നോളും, ആവശ്യത്തിന് തുടുപ്പ് വരും. അത് കുറച്ചൊന്നും ആദ്യം ഇങ്ങനെ തന്നെ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ആവുന്നവരെ ഉള്ളൂ കുഴപ്പം എന്ന് പറഞ്ഞു. പക്ഷെ ശ്രീ എന്നാ പറഞ്ഞിങ്ങനെ ഒരാളിങ്ങനെ റോക്ക് പോലെ പുറകിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ കണ്ടു, ഇപ്പൊ എല്ലാവരും അതിന്റെ മുഖത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി, മുഖം ഇപ്പൊ നല്ല നോർമലായി തുടങ്ങി. കാരണം എന്താ, ശരീരം ഒട്ടിപ്പോ മുഖത്തേക്ക് ആവശ്യമുള്ള ഒരു സന്തോഷവും കാര്യങ്ങളും പോഷകവും മുഖത്തേക്ക് ചെല്ലുന്നുണ്ട്. എക്സസൈസ് ചെയ്ത് ബോഡിയിലെ വെയിറ്റിനെ കുറയ്ക്കുന്നുണ്ട്, ഫാറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ അവിടെ എനിക്ക് പറയാനുള്ള, ഈ മുഖം ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പച്ചക്കറികൾ കഴിക്കണം. എന്തൊക്കെ പച്ചക്കറികളാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എന്താണെന്നറിയോ, എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളല്ല, ക്ഷീണം മാറാനുള്ള ചില പച്ചക്കറികളും സാധനങ്ങളും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല, വേറൊരു വീഡിയോയിൽ പറയാം. അപ്പൊ ഏതായാലും ഞാൻ പച്ചക്കറികൾ കഴിക്കും. പിന്നെ ഇലക്കറികൾ, അത് മുരിങ്ങയില, ചീര, അത് ചുമന്ന ചീരയും പച്ച ചീര ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണം, എന്നും കഴിക്കുക. ഈ ഡയറ്റ് ചെയ്യുന്നവർ എന്നും ഈ ഇലവർഗ്ഗങ്ങളും ഈ ചെറുപയർ മുളപ്പിച്ചതും പിന്നെ കുറച്ച് ചോറും കഞ്ഞിയായിട്ട് കുടിച്ചു. ഒരു ബൗള്, ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂട്ടി ഇങ്ങനെ ഒരു ബൗള് കഞ്ഞി എപ്പോഴും കുടിക്കുമെന്ന് കഴിക്കാൻ, അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ അപ്പൊ എന്തായിരിക്കും, ആ ഉള്ളിൽ ആ കഞ്ഞിവെള്ളം കുറച്ച് ചോറും കൂടെ അങ്ങ് ചെല്ലുമ്പോഴേ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വരും, നമുക്കൊരു ശക്തി കിട്ടും. ആ ശക്തി ഇല്ല, കാർബ് ചെന്നില്ലെങ്കിൽ നമ്മൾ ഒട്ടിപ്പോകും, അത് പാടില്ല കേട്ടോ. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിച്ചോളാം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ട് എനിക്കിപ്പോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, വണ്ണവും കുറഞ്ഞു, എന്റെ മുഖത്ത് ക്ഷീണവും മാറി. അപ്പൊ അതാണ്. അപ്പൊ ലഞ്ച് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഞാൻ കഴിക്കുന്നത് ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ട് അതും ഈ ചീരയും കൂടെ ഉള്ളത് ഇത്രയും കഴിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ കഴിച്ചു കഴിയുമ്പോൾ പിന്നെയാണ് ഞാൻ ചോറ് എടുക്കണം. പിന്നെ ആ ചോറ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് തൈര്. അപ്പൊ തൈര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തൈര് കഴിച്ചവർക്ക് ഒരു പഠനത്തിലുണ്ട്, തൈര് കഴിച്ച് ഡയറ്റ് ചെയ്തവർക്കാണ് കൂടുതൽ വണ്ണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ പറയാം. എന്നൊരു പഠനം അമേരിക്കയിൽ നടത്തിയത് തെളിഞ്ഞൊരു കാര്യമാണ് യോഗേട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ എല്ലാത്തിലും ഞാൻ കുറച്ച് യോഗയുടെ ഒരു ചെറിയൊരു ബൗൾ ഉണ്ടല്ലോ, നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കറി തരുന്ന ആ കൊച്ചു ബൗളിൽ തൈര്, അത് മതി. കൊച്ചു കിണ്ണം ഉണ്ടാവില്ല, അതിനകത്ത് തൈര്. ആ തൈര് ഞാൻ ഈ ചോറും കൂടെ കഴിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, വയറ് നിറഞ്ഞില്ലേ. പിന്നെ ഞാൻ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെയ്തത്, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി ചായ കുടിക്കേണ്ട സമയം, എൻ്റെ ഇതാ ടൈം ആവാറായിട്ട്. അപ്പൊ രണ്ട് മണിക്കുള്ളിൽ ചോറൊക്കെ തീർന്നു. ഇനി ഇതാ എന്റെ ടൈം എന്ന് പറഞ്ഞിട്ട് 4 മണി അല്ലെങ്കിൽ ഒരു 5 മണി. ഞാനിപ്പോ പണ്ടത്തെ പോലെ 16 മണിക്കൂർ കൃത്യമൊന്നും എടുക്കുന്നില്ല ഡയറ്റ്. ഞാൻ ഒരു 15 മണിക്കൂർ, ചില ദിവസം ഒരു 14 മണിക്കൂർ, അങ്ങനെയൊക്കെയാണ്, ആ സമയം അനുസരിച്ചാണ്. പിന്നെ ചില ദിവസം ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ വേണ്ടി വന്നാൽ ഞാൻ ചിലപ്പോൾ രാത്രി കഴിക്കാറുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ആ വണ്ണം കുറഞ്ഞത് കൊണ്ട് ഞാൻ കഴിക്കാറുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ വണ്ണം കുറയാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ വൺസ് ഇൻ എ വൈൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കടുത്ത റെസ്ട്രിക്ഷൻസ് വരെ ഒരു ദിവസം നമ്മളങ്ങ് അതങ്ങ് വിട്ട് കളയണം. നമ്മളൊന്ന് ചതിക്കണം. എന്താണ്, നല്ല മധുരമുള്ളത് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു നേരം കഴിച്ചേക്കണം, ആഴ്ചയിൽ ഒരു ദിവസം. അത് നമുക്ക് ഡയറ്റ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടും. കാരണം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ ആ ഒരു ദിവസം, ആ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ചീറ്റ് ഡേ വെച്ചിട്ട് ആ ദിവസത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ള ദിവസമൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ, എനിക്ക് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് തെറ്റിക്കുക, നോ പ്രോബ്ലം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങ് തെറ്റിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. പക്ഷെ ആ കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. നമ്മുടെ അതാണ് വാച്ച് വാട്ട് യു ഈറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കില്ല. അപ്പൊ എത്ര സമയമായി, മണി 3:30 4 മണിയാകുമ്പോൾ എനിക്ക് ചായ കുടിക്കുന്ന സമയമാണ്. അപ്പൊ ഉണ്ടല്ലോ എനിക്ക് ഈ പാൽ ഇപ്പൊ ആക്ച്വലി അങ്ങനെയൊക്കെ കുടിക്കുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും ഇപ്പൊ കോഫിയാണ് കുടിക്കുന്നത്. കോഫിയിൽ കുറച്ച് നെയ്യും പിന്നെ കരിപ്പൊട്ടി, നല്ല സുഖമാണ്. അത് കുടിച്ചാൽ നമുക്ക് നല്ല സുഖവും ഒരു എനർജിയും കിട്ടും. പിന്നെ നമുക്ക് ക്ഷീണം മാറും, പിന്നെ നമുക്ക് വിശക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കോഫി ഇടയ്ക്കിടയ്ക്ക് കുടിക്കും, ഒരു കപ്പ്. ഈ ഇടയ്ക്കിടയ്ക്കല്ല, മീൻസ് വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ കോഫി കുടിക്കും, ചില ദിവസം ഞാൻ എന്തെങ്കിലും നോർമൽ ചായ കുടിക്കും. അപ്പോൾ മിക്ക ദിവസം ഇപ്പൊ എനിക്ക് കുറച്ച് നാളുകൊണ്ട് കോഫിയാണ് ഇഷ്ടം, അപ്പൊ കോഫി കുടിക്കും. എന്നിട്ട് അതിന്റെ കൂടെ അമ്മ കൊണ്ടുവരുന്ന ബിസ്ക്കറ്റോ മിക്സ്ചറോ എല്ലാം ഇത്തിരി എടുത്ത് കഴിക്കും കുറച്ച്. അപ്പൊ സന്തോഷമായി നമുക്ക്. പിന്നെ ഡിന്നർ എന്ന് പറയുന്നത് ഈ കോഫി കുടിച്ചപ്പോൾ തന്നെ വയറ് ഏകദേശം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇനി നമുക്ക് 14-16 മണിക്കൂർ നമുക്ക് ഫാസ്റ്റ് ചെയ്യേണ്ടതില്ല. അപ്പൊ ഒരു ഡിന്നർ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കഴിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാനൊരു 5 മണിക്ക് മുമ്പ്, ഇപ്പൊ കുറെ ദിവസം കൊണ്ട് റാഗി, നമ്മള് കൂരവെന്നൊക്കെ പറയില്ലേ, റാഗിയുടെ ആ ഒരു ഗ്രെയിൻസ് വാങ്ങിച്ചിട്ട് അത് കുതിർത്ത് മിക്സിയിലിട്ട് അടിച്ചങ്ങ് എടുക്കണേ. എന്നിട്ട് കുറച്ച് പാലും കരിപ്പെട്ടി ഒഴിച്ച് അപ്പൊ അതൊരു കപ്പൊക്കെ കുടിച്ചു കഴിയുമ്പോൾ വയറൊന്ന് നിറഞ്ഞു, ശരീരത്തിന് അത് വളരെ നല്ലതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ആ റാഗി കുടിച്ചോടുകൂടി ഒരു 5 മണി എത്തി. അപ്പൊ എന്റെ ഫാസ്റ്റിംഗ് അതാ തുടങ്ങി. ചില ദിവസം 4 മണിക്ക് തുടങ്ങും, ചില ദിവസം 5 മണിക്ക്. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്, കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എന്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലേക്ക് കടക്കും. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും നല്ല ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. കഴിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നാണ് പറയുന്നത്. എന്നാലും അവിടെ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുന്നത് തന്നെയാണ് വളരെ വേഗത്തിൽ വണ്ണം കുറയാൻ നല്ലത്. എന്നിട്ട് 16 മണിക്കൂർ നമ്മൾ പട്ടിണി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴേ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് ഒരു 13 മണിക്കൂർ വരെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി
നമ്മുടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പ് എടുക്കുന്നത്. അപ്പൊ 13 മണിക്കൂർ വരെ ബോഡി വെയിറ്റ് ചെയ്യും നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമോ എന്ന് പറയും. അപ്പൊ ബോഡിയെ അങ്ങനെ നമ്മൾ വിട്ടുകൊടുത്തുകൂടാ, ബോഡിയെ നമ്മൾ പറ്റിക്കണം. 13 മണിക്കൂർ വരെ നമ്മൾ കഴിക്കാതിരുന്നാൽ ബോഡി എന്ത് ചെയ്യും, പതുക്കെ ചെന്ന് നമ്മുടെ കൊഴുപ്പെടുക്കും. അപ്പൊ അതാണ് 16 മണിക്കൂറൊക്കെ ഫാസ്റ്റ് ചെയ്ത് ശരിക്കും വണ്ണം കുറയുന്നതിന്റെ രഹസ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതെല്ലാവരും ശരിയായ രീതിയിൽ അനുസരിച്ച് അതിനൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ ഇപ്പൊ തന്നെ ഒരുപാട് നേരമായി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഭക്ഷണത്തിനെ കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. സദ്ഗുരു.